കാടിനോട് ചേർന്നുള്ള ഒരു കൊച്ചു കുടിലിലാണ് കിങ്ങിണിയുടെ വാസം. ബുദ്ധിമാനായ കുഞ്ഞുണ്ണിയുടെ പുന്നാര മകളാണ് കിങ്ങിണി. അതിസുന്ദരിയായ ഒരു മിടുമിടുക്കിയായിരുന്നു അവൾ. അങ്ങനെയിരിക്കെ ഒരു നാൾ വെൺമണിക്കാട്ടിലെ സിംഹരാജൻ നാട് ചുറ്റാൻ ഇറങ്ങിയ വഴിക്ക് കുഞ്ഞുണ്ണിയുടെ വീടിന് മുന്നിലും എത്തി. അപ്പോഴതാ അവിടെ കിങ്ങിണി നിൽക്കുന്നു. കിങ്ങിണിയെ കണ്ട സിംഹരാജൻ മറഞ്ഞിരുന്ന് അവളെ അത്ഭുതത്തോടെ വീക്ഷിച്ചു. ഹായ്, എത്ര സുന്ദരിയാണിവൾ! കണ്ണെടുക്കാൻ തോന്നില്ല. ഈ സുന്ദരി കുട്ടിയെ എങ്ങനെയും സ്വന്തമാക്കിയേ തീരൂ. സിംഹം മനസ്സിലുറപ്പിച്ചു. ഇക്കാര്യം കുഞ്ഞുണ്ണിയോട് ചോദിക്കാനും അവൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ കുഞ്ഞുണ്ണിയുടെ അടുത്തെത്തി. സിംഹത്താനെ കണ്ട് കുഞ്ഞുണ്ണി പേടിച്ചെങ്കിലും ബുദ്ധിമാനായ കുഞ്ഞുണ്ണി അത് പുറത്തു കാണിച്ചില്ല. എന്താ വേണ്ടത്? അല്പം ഗൗരവത്തിൽ കുഞ്ഞുണ്ണി ചോദിച്ചു. എനിക്ക് നിങ്ങളുടെ സുന്ദരിയായ മകളെ വേണം. നീ എനിക്ക് അവളെ തന്നേ തീരൂ, സിംഹം വാശി പിടിച്ചു പറഞ്ഞു. അത് കേട്ടതും കുഞ്ഞുണ്ണി ആലോചനയിൽ മുഴുകി. എന്റെ പൊന്നു മോളെ കൊടുക്കാനോ? പക്ഷേ തരില്ലെന്നു പറഞ്ഞാൽ ഇവൻ എന്നെ ശരിയാക്കും. ഒരു വഴിയുണ്ട്, ചിന്തയിൽ നിന്നുണർന്ന് കുഞ്ഞുണ്ണി പറഞ്ഞു. ഞാൻ എന്റെ മകളെ തരാം. പക്ഷേ എന്റെ പൊന്നുമോൾക്ക് നിന്റെ നഖവും പല്ലുമൊക്കെ കണ്ടാൽ തന്നെ പേടിയാ. അതൊക്കെ പറിച്ചു കളഞ്ഞു വന്നാൽ മാത്രമേ നിനക്ക് ഞാൻ അവളെ തരൂ. മണ്ടനായ സിംഹം അതും സമ്മതിച്ച് കാട്ടിലേക്ക് നടന്നു. പല്ലും നഖവും പോയാൽ എന്താ, കിങ്ങിണിയെ കിട്ടുമല്ലോ. ഇതായിരുന്നു സിംഹത്തിന്റെ ചിന്ത. കാട്ടിലെത്തിയ ഉടൻ ഗർജൻ ഒരു കല്ലെടുത്ത് പല്ലും നഖവും പറിച്ചെടുത്ത് കളഞ്ഞു. ഹാവൂ, വേദന സഹിക്കാൻ വയ്യാതെ പിടഞ്ഞെങ്കിലും കിങ്ങിണിയെ ഓർത്തവൻ അതെല്ലാം സഹിച്ചു. ഉടൻ തന്നെ കിങ്ങിണിയെ സ്വന്തമാക്കാനായി കുഞ്ഞുണ്ണിയുടെ അടുത്തേക്ക് പാഞ്ഞു. അവിടെ എത്തിയ സിംഹത്താൻ സന്തോഷത്തോടെ കുഞ്ഞുണ്ണിയോട് പറഞ്ഞു. ദേ നോക്ക്, എന്റെ പല്ലും നഖവും ഒക്കെ കിങ്ങിണിക്ക് വേണ്ടി ഞാൻ പറിച്ചു കളഞ്ഞു. ഇനിയെങ്കിലും എനിക്ക് അവളെ തന്നുകൂടെ? ആ നിമിഷം കുഞ്ഞുണ്ണിയുടെ ഭാവം മാറി. എന്താ, നിനക്കെന്റെ മോളെ വേണമെന്നോ? നിന്റെ ജീവൻ വേണൽ വേഗം നീ സ്ഥലം വിട്ടോ. അത് കേട്ട സിംഹം ദേഷ്യത്താൽ മുരണ്ടു. ആ തക്കം നോക്കി കുഞ്ഞുണ്ണി അവിടെ കിടന്നൊരു വടി കയ്യിലെടുത്തു. അതിനുശേഷം പറഞ്ഞു. എടാ സിംഹച്ചാരെ, നിന്നെ ഇനി ആര് പേടിക്കാനാ? പല്ലും നഖവും നഷ്ടപ്പെട്ട നിന്നെ ജയിക്കാൻ എനിക്ക് ഈ വടി മതി. അത് പറഞ്ഞു തീരും മുമ്പ് കുഞ്ഞുണ്ണി അടി തുടങ്ങി. അപ്പോഴേക്കും ശൗര്യം നഷ്ടപ്പെട്ട സിംഹരാജാവ് ജീവനും കൊണ്ട് പാഞ്ഞിരുന്നു. കൂട്ടുകാരെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.